ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം. അതായത് ഉള്ളനൂൽ വെച്ചിട്ടുള്ളൊരു ബ്രേസ്ലെറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് 60 സെൻറ്റിമീറ്റർ ഡബിൾ നൂല് ഉണ്ട്. രണ്ട് നൂല് ചേർന്നുണ്ട് കേട്ടോ. ഒരു നൂല് 60 സെൻറ്റിമീറ്റർ നൂല് അതിന് ഡബിളാക്കി എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്കിന്നല്ലേ ഈ ടേബിളിൽ സെറ്റായിരിക്കാൻ വേണ്ടി നമുക്കിന്ന് ടേപ്പ് ഇട്ടിട്ടിരിക്കാം. ഇത്രയും ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ട് വേണം. എത്രയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 സെൻറ്റിമീറ്ററോളം നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു കഷ്ണം ടേപ്പ് എടുക്കാം. അതൊന്നും ഇളകാതിരിക്കാൻ കേട്ടോ. അതവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ 10ൻ്റെ അവിടെ നിന്ന് കണ്ടാൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ 13 സെൻറ്റിമീറ്ററിലാണ് ടാപ്പ് നിൽക്കേണ്ടത് കേട്ടോ. നമുക്ക് ഇത് നന്നായി ഒന്ന് വിരിച്ച് പിടിച്ച് നമുക്ക് കഷ്ണം ടാപ്പ് താഴെ ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കതിൽ ഇനി ഒരു കഷ്ണം കൂടി നോക്കിയെടുക്കണം. അത് ഞാനൊരു നേരത്തെ 60 സെൻറ്റിമീറ്റർ എടുത്തതൊരു ഇത് 60 സെൻറ്റിമീറ്ററിൻ്റെ ഒറ്റ നൂലിട്ടുള്ളത്. നേരത്തെ നമ്മൾ 60 സെൻറ്റിമീറ്ററിൻ്റെ 2 നൂലെടുത്തു. നമ്മൾ 60 സെൻറ്റിമീറ്ററിൻ്റെ ഒരു നൂല് മാത്രം എടുക്കുന്നത് കേട്ടോ. ഒരു നൂലെടുത്തിട്ടുള്ളൂ. അത് നമുക്ക് ഇതിൻ്റെ അടിയിലൂടെ വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും ഈക്വലാക്കി പിടിക്കും. സെൻറ്റർ ഭാഗം ഇതിൻ്റെ അടി വരുന്ന രീതിയിൽ നോക്കി സെറ്റാക്കിയ ശേഷം ഇതിൻ്റെ ഒരറ്റം ഒന്ന് കെട്ടിടാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കിതിങ്ങനെ മുടഞ്ഞു പോകുമ്പോൾ ഈ നൂല് മാറാതിരിക്കും. അന്നേരം മനസ്സിലാക്കി തരാം കേട്ടോ. നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഈ കെട്ടില്ലാത്ത ഈ നൂല് എപ്പോഴും ചെയ്യാം, ഇങ്ങനെ വെക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് വെച്ചിട്ട് കെട്ടുള്ള നൂല് ഈ കെട്ടില്ലാത്തതിൻ്റെ മുകളിൽ കൂടെ എടുത്തിട്ട് ഈ ഡബിളിൻ്റെ അടിയിലൂടെ വേണം ഇവിടെ എടുക്കാൻ. ഉണ്ടോ? നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഈ കെട്ടില്ലാത്ത നൂലിനെ ഏരൻ്റെ മേലെ കൂടെ വെച്ച ശേഷം ഈ കെട്ടിട്ട നൂല് വീണ്ടും ഇതിൻ്റെ മുകളിൽ വെച്ച് ഇതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ എടുക്കുക. അപ്പോൾ ആ നൂല് രണ്ടും മാറി പോകാതിരിക്കാനാണ് ഞാനൊരു നൂലിന് അറ്റഭാഗത്ത് കെട്ടിടാൻ പറഞ്ഞു കേട്ടോ. നമ്മൾ 2 ഇഴ കോർത്തു. നമ്മൾ 3ാമത്തെ ഇഴ മനസ്സിലായി. കെട്ടില്ലാത്ത നൂല് എപ്പോഴും എന്ത് ചെയ്യുക, ഇങ്ങനെ വെക്കുക. കെട്ടുള്ള നൂല് ഇതിൻ്റെ മുകളിലൂടെ വെച്ച് ഇതിൻ്റെ അടിയിലൂടെ വേണം എടുക്കാൻ കേട്ടോ. ഞാൻ നമുക്ക് ഒരു 3 എടുത്തു. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. 7 8 9 10 കോർത്തു. 10 അങ്ങനെ കെട്ടിട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ സെല്ലോ ടൈപ്പ് അയച്ച ശേഷം സെൻട്രലത്തെ നൂലിനെ നമ്മൾ എന്ത് ചെയ്യാം, ചേർത്ത് പിടിച്ചിട്ട് ഇതുപോലെ നമ്മൾ ചെറിയ കമ്പിയില്ലേ സൂചി കയറ്റി കഴിച്ച് നമുക്ക് ഇതുപോലെ 2 ഇഴയിൽ വെച്ചിട്ട് നമുക്ക് ഏതാണ് മാച്ചായ കളർ എടുക്കുക വെച്ചാൽ ആ ബീഡ്സ് 3 ബീഡ്സ് ഇതിൽ കോർത്ത് വെക്കാം കേട്ടോ. അതുപോലെ 3 ബീഡ്സും ഈ സെൻറ്ററിലൂടെ കോർത്ത് വെക്കാം. നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ടാപ്പ് ഇവിടെ വെച്ചിട്ട് ഒട്ടിക്കാം കേട്ടോ. അങ്ങനെ വീച്ചിൽ നിൽക്കും. നമുക്ക് കെട്ടിട്ട് വരെ മുത്ത് നമ്മൾ കയറി പോലെ അത് നമ്മൾ കട്ട് ചെയ്യണം. ഇതിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, 2 മുത്ത് കൊടുത്ത് വെക്കാം. അതുപോലെ ഇതിൽ 3 ഈ 2 നമ്മൾ എന്ത് ചെയ്തു, 2 ബീഡ്സും കോർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, കെട്ട് ഭാഗത്താട്ടോ കെട്ട് അയച്ചു. നമുക്ക് വീണ്ടും ഇതിന് മുകളിൽ വെക്കാം. ഇതിൻ്റെ മുകളിലൂടെ കെട്ടിട്ടെടുത്ത് വയ്ക്കാം. കണ്ടോ? വീണ്ടും
നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ ചെയ്യാം. നൂല് ചെറിയതെടുത്തത് ലെങ്ത്ത് കൂടുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നൂലാകുമ്പോഴേ മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ചെറിയൊരു കഷ്ണം എടുത്തിട്ടാണ് എടുത്തത്. അപ്പോൾ നമുക്കൊന്നത് അളവ് കൂട്ടിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളിവിടെ 10 കൊടുത്ത പോലെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10 കെട്ടും കൂടി ഇട്ടിട്ട് വരാം. ചെറിയ കഷ്ണം നൂലെടുത്ത് കാണിച്ച കാരണം എൻ്റെ നൂല് ഇവിടെ വെച്ച് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ 9 കെട്ടും വെച്ചിട്ട് കട്ട് ചെയ്തു. ഇനി 10ാമത്തെ കെട്ട് ഇടുന്നത് പുതിയ നൂല് കൊണ്ടാവാം, എന്നാലും നമുക്ക് ആ ബീഡ്സും കൂടി അതിൽ സെറ്റാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്തത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ ഈ പുതിയതായി ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഞാൻ ചെയ്യുന്ന കുറച്ച് ലെങ്ത്ത് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇട്ടപ്പോൾ ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം, ഈ സെല്ലോ ടൈപ്പ് എടുത്ത് ഇതിലേക്ക് നമുക്ക് ബീഡ്സ് 3 ബീഡ്സ് കോർത്ത് കൊടുക്കാം. ഈ സെൻറ്ററിലുള്ള നൂലാണ് കേട്ടോ 3 ബീഡ്സ് നമ്മൾ കോർക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും 3 ബീഡ്സ് കോർത്ത ശേഷം ടേപ്പ് ഒട്ടിക്കും കേട്ടോ. ടേപ്പ് അവിടെ തന്നെ ഒട്ടിക്കുക. വീണ്ടും 2 സൈഡിലും 2 ബീഡ്സും കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും മുണ്ട് വർക്ക് തുടങ്ങാം. കെട്ട് മാറാതിരിക്കാൻ നമ്മൾ കെട്ട് ഇടുക. ലെങ്ത്ത് കൂടുമ്പോൾ നിങ്ങൾക്ക് നൂലാണ് എടുത്ത് മനസ്സിലായപ്പോൾ ഇപ്പോൾ വലിയ നൂലാകുമ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആകും. പിന്നെ കെട്ടിടുക. ഇത് നമ്മുടെ ഇഷ്ടാനുസരണം ആക്കട്ടോ. ഈ കെട്ടിൻ്റെ എണ്ണം കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. ഞാനത് 10 കെട്ടിട്ടിട്ട് നമുക്കിത് ഇതാക്കാം. ബീഡ്സ് കുറച്ച് വലുപ്പമുള്ള ബീഡ്സാണ്. അപ്പം നല്ല ചെറുതാണെങ്കിൽ ചെറിയ 2-3 കെട്ടിട്ട് കൊടുക്കുക. ചെറിയ ബീഡ്സ് ആകുമ്പോൾ ഒന്നുകൂടി അടുത്ത് വരുമ്പോൾ ഒന്നുകൂടി ഭംഗി വരികയുള്ളൂ. കുറച്ച് വലിയ ബീഡ്സ് ആയ കാരണം തന്നെ നമുക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കെട്ടിട്ട് കെട്ടിട്ട് അതിന് ടേപ്പൊക്കെ അയച്ച് വെച്ചിട്ട് നമുക്കിന് ബാക്ക് ഭാഗം ശരിയാക്കാം. അതിന് ഇതെന്തോ ഇങ്ങനെ വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യാം, ടേപ്പ് ഇട്ടിടത്തേക്ക് നമുക്കത് നമ്മുടെ കൂടെ നീങ്ങി കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ. നമുക്ക് ഇന്ന് തന്നെ വെട്ടിയ ഈ ഒരു കഷ്ണം മതിയാവും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരറ്റം എന്ത് ചെയ്യുക, കെട്ടിടുക. സെറ്റാക്കി പിടിച്ച ശേഷം നേരത്തെ കെട്ടിയ കെട്ടനെയാണ് ഇവിടെയും കെട്ടുന്നുള്ളൂ.
അങ്ങനത്തെ ഒരു 6 കെട്ട് നമുക്ക് കിട്ടും. ഇടട്ടോ. 1 2 3 4 5 ഇതുപോലെ തന്നെ വീണ്ടും കെട്ടിടാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ടാറ്റാ ബൈ ബൈ, സീ യു ടുമാറോ.